ഹായ് ഫ്രണ്ട്സ്, രാവിലെ 3 മണിക്ക് തന്നെ എഴുന്നേറ്റ് നിൽക്കുന്ന കോലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ എല്ലാവരും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കേട്ടോ. കാരണം ഇന്ന് കുഞ്ഞൂട്ടനെ എഴുത്തിനിരുത്തുന്ന ദിവസമാണ്, വിദ്യാരംഭം കുറിക്കുന്ന ദിവസം. അപ്പൊ നമ്മൾ പോകുന്നത് നേരെ കൊല്ലത്തേക്കാണ്. ദീപേട്ടന്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് അവനെ എഴുത്തിനിരുത്തുന്നത്. നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകാതെ വേറെ ഏത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ലെന്നാണ് എപ്പോഴും കേട്ടേക്കുന്നത്. അത് ശരിയല്ലേ? നമ്മൾ നമ്മുടെ വീട്ടിൽ പോകാതെ വേറെയുള്ള അയൽ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? ഇല്ലല്ലോ. എപ്പോഴും നമ്മുടെ അമ്മയും അച്ഛനും അല്ലേ നമ്മളെ മൈൻഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ കാര്യവും. എന്തായാലും അവിടെ ചെന്നപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ബുക്കൊക്കെ പൂജ വെച്ചത് എടുക്കാനൊക്കെ ആളുകൾ വന്നായിരുന്നു. കുഞ്ഞൂട്ടനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനോർത്ത് ദൈവമേ സംഭവം കുളമാകുമെന്ന്. പക്ഷെ അരി കണ്ടപ്പോഴത്തേക്കും ആ സ്വന്തമായിട്ട് കണ്ണൊക്കെ തുടച്ച് സ്വയമായിട്ട് അങ്ങ് എഴുതാൻ തുടങ്ങി കേട്ടോ. ഞാൻ എഴുതിക്കോളാം, എന്നെ ആരും എഴുതിക്കണ്ടെന്നും പറഞ്ഞ്. പിന്നെ ദീപേട്ടനും കൂളായിട്ട് അതുകൊണ്ട് എഴുതിക്കാൻ പറ്റി. വലിയ പ്രഷറൊന്നും കൊടുക്കേണ്ടി വന്നില്ല. സാധാരണ അവൻ മുടി വെട്ടാനൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ മുടി പോലും വെട്ടാറില്ല. പക്ഷെ ഇവൻ ഇന്ന് എന്തായാലും ആദ്യം ഒന്ന് കരഞ്ഞെങ്കിലും നമ്മളെ പേടിപ്പിച്ചെങ്കിലും നല്ല കുട്ടിയായിട്ടിരുന്ന് സ്വന്തമായിട്ട് എഴുതാൻ തുടങ്ങി. അതിനുശേഷം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വന്തമായിട്ട് ഇരുന്ന് എഴുതുവാണെന്നുള്ള രീതിയിൽ അവൻ നിലത്തൊക്കെ ഇരുന്ന് അരിക്കാൻ സ്വന്തമായിട്ട് എഴുതി കളിക്കുന്നുണ്ടായിരുന്നു. എന്താണ് എഴുതുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, കാരണം അക്ഷരം അറിയത്തില്ലല്ലോ. അതിനുശേഷം 3 പേരും കൂടി ചേർന്ന് എഴുതാൻ തുടങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമന്റ് ഇടാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.